വീടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ദിക്കുകളിൽ ഒന്നെന്ന് പറയുന്നത് ആ വീടിന്റെ നോർത്താണ്. നമുക്കൊരു പ്ലാനിലേക്ക് പോകാം. അതാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും ചെയ്യാനും എളുപ്പമായിരിക്കും. ഇതിൽ ഒരു വീടിനെ കറക്റ്റ് സ്ക്വയർ ഷേപ്പിലേക്ക് കൊണ്ടുവന്നതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീടിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കണം. അത് ഒന്നുകിൽ സ്ക്വയർ ആയിരിക്കണം അല്ലെങ്കിൽ റെക്ടാംഗിൾ ആയിരിക്കണം എന്നാണ് വാസ്തുവിൽ അല്ലെങ്കിൽ ഫെങ്ഷുയിൽ പറയുന്നത്. ഈ വീടിന് 4 ദിക്കുകളും 4 മൂലകളുമുണ്ട്. തെക്ക്, വടക്ക്, പടിഞ്ഞാറ്, കിഴക്ക്. അതായത് സൗത്ത്, നോർത്ത്, വെസ്റ്റ്, ഈസ്റ്റ്. സൗത്ത് ഈസ്റ്റ് തെക്ക് കിഴക്ക്, സൗത്ത് വെസ്റ്റ് കന്നിമൂല അഥവാ തെക്ക് പടിഞ്ഞാറ്, നോർത്ത് വെസ്റ്റ് വായുകോണ് വടക്ക് പടിഞ്ഞാറ്, നോർത്ത് ഈസ്റ്റ് ഈശാനകോണ് വടക്ക് കിഴക്കേ ഭാഗം. ഇങ്ങനെയാണ് 8 ദിക്കും ഒരു ബ്രഹ്മസ്ഥാനവും വരുന്നത്. ഇതിൽ ഓരോ ദിക്കിനും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യവും ആ വീട്ടിലെ വ്യക്തികളെയും സൂചിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ദിക്കുകളിൽ ഒന്നെന്ന് പറയുന്നത് നോർത്താണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴിലില്ലാതെ ഒരു വീട്ടിൽ ഒരു ഗൃഹനാഥൻ അല്ലെങ്കിൽ ഗൃഹനാഥയ്ക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. കാരണം ആ തൊഴിലിൽ നിന്നാണ് അവരുടെ വീട്ടിലേക്കുള്ള വരുമാന മാർഗം വരുന്നത്. ആ വരുമാനം ഉണ്ടെങ്കിലേ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നടക്കൂ. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് നല്ലൊരു തൊഴിലാണ്. നല്ലൊരു തൊഴിൽ കിട്ടിയോണ്ട് മാത്രമായോ? ആയില്ല. ആ തൊഴിലിന് നല്ല വരുമാനം അല്ലെങ്കിൽ നല്ല ശമ്പളമുള്ള ഒരു ജോലിയായിരിക്കണം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് നമുക്ക് വീടിന്റെ സൗഭാഗ്യത്തിലൂടെ ഫെങ്ഷു പ്രകാരം എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ ഒരു വീടിന്റെ വടക്ക് ഭാഗം എടുക്കുക. അപ്പൊ നിങ്ങൾ പുതുതായിട്ടൊരു വീട് വെക്കുകയാണെങ്കിൽ ഇവിടെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും നോർത്തിൽ കൊണ്ടുപോയി ഒരു ടോയ്ലറ്റ് കൊടുക്കരുത്. ടോയ്ലറ്റ് കൊടുത്തത് തൊഴിൽ സംബന്ധമായിട്ട് തടസ്സങ്ങൾ ഉണ്ടാക്കും. അതുപോലെ തന്നെ നോർത്ത് ഭാഗത്ത് കിച്ചൺ കൊടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ നോർത്തിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് വീട് വെക്കാൻ പാടില്ല. അതെങ്ങനെയാ നോർത്തിനെ നഷ്ടപ്പെടുത്തുന്നത്? ഇപ്പം ഈ വീട് വെച്ചു, നോർത്ത് വെസ്റ്റിലെ റൂമുണ്ട്, നോർത്ത് ഈസ്റ്റിലെ റൂമുണ്ട്. ഇതിന്റെ സെന്റർ എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിൽ ഫ്രീ ആക്കിയിട്ടിരിക്കുകയാണെന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെ നോർത്ത് മിസ്സിംഗ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ നോർത്തിൽ ഈ ടോയ്ലറ്റ് വന്നാലോ കിച്ചൺ വന്നാലോ അതുപോലെ തന്നെ മിസ്സിംഗ് വന്നാലോ തൊഴിലിനെ ബാധിക്കും. ഇനി നിങ്ങൾക്ക് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധിക്ക് വേണ്ടി എന്ത് കാര്യം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വീകരണ മുറി ഇതാണെന്ന് വെക്കുക. ഈ സ്വീകരണ മുറിയുടെ നോർത്തിൽ നിങ്ങൾക്കൊരു വാട്ടർ ആക്ടിവേഷൻ ചെയ്യാം. അത് 3 രീതിക്ക് ചെയ്യാം. ഒന്ന്, ഇവിടെ ഒരു അക്വേറിയം വെക്കാം. അക്വേറിയത്തിലൂടെ പ്ലസ് ഒരു അരോന മത്സ്യവും കൂടെ ലൈവായിട്ട് നിങ്ങൾക്ക് വളർത്താം. എവിടെയാണ്? സ്വീകരണ മുറിയുടെ നോർത്തിൽ. 2 എന്ന് പറയുന്നത് അരോനെ വളർത്താൻ പാടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു വാട്ടർ ഫൗണ്ടൻ വെക്കാം. 1 ലിറ്റർ വെള്ളം ഒഴിച്ച് അതിനെ ഇലക്ട്രിസിറ്റി കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു ഫൗണ്ടനിനകത്ത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് അതിനുള്ള അക്വേറിയം വെക്കാനോ ഫൗണ്ടൻ വെക്കാനോ പൈസ ഇല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു വാട്ടർ ഫാൾസിന്റെ ചിത്രം വെക്കാം. വളരെ ചെറിയ പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടും. ഈ 3 കാര്യങ്ങൾ തൊഴിൽപരമായിട്ടുള്ള അഭിവൃദ്ധി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. ഇതിലൊരു കാര്യമുണ്ട്, 3നും 3 തരത്തിലായിരിക്കും അതിൻ്റെ ഒരു വൈബ് ഉണ്ടാവുന്നത്. കാരണം 3 രീതിയിലാണ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അത് തൊഴിൽപരമായിട്ട് നേട്ടമുണ്ടാകും. ഇനി നിങ്ങളുടെ വീടിനകത്ത് ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വീടിന്റെ പുറത്ത് ഒരു വാട്ടർ ബോഡി ചെയ്തിട്ട് അതിനകത്ത് വെള്ളം നിറച്ചിട്ട് ഒരു മോട്ടർ കൊടുത്തിട്ട് ഈ വെള്ളത്തെ മൂവ് ചെയ്യിക്കുക. മിനിമം ഒരു 3 മണിക്കൂറെങ്കിലും ഈ വെള്ളം ചലിക്കണം. എന്നാൽ മാത്രമേ ഇത് വർക്കാവുള്ളൂ. ഇത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തൊഴിൽപരമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒത്തിരി അഭിവൃദ്ധികൾ കൊണ്ടുവരാനായിട്ട് ഫെങ്ഷുയിലൂടെ സാധിക്കുന്നതാണ്. അപ്പൊ ഫെങ്ഷുയിലൂടെ നമുക്ക് തൊഴിലിന്റെ ദിക്ക് നോർത്താണെന്നും അവിടെ വന്നുകൂടാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും അവിടെ നമുക്ക് ഏതൊക്കെ രീതിയിൽ ആക്ടിവേഷൻ ചെയ്ത് നമ്മൾ ചെയ്യുന്ന തൊഴിൽ പ്രൊമോഷൻ ആയാലും ശരി, തൊഴിൽ കിട്ടാനായാലും ശരി തന്നെ, അതിൽ സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ആയാലും ശരി തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഏതൊരു വീട്ടിലും ഒരു മൂവിങ് വാട്ടറെങ്കിലും ഉണ്ടാവുന്നത് ആ വീടിന്റെ അഭിവൃദ്ധിയെ സാരമായ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി നോർത്തിൽ ഉപയോഗിക്കാവുന്ന ചില ഫെങ്ഷു ടൂളുകളും കൂടെ നമുക്ക് പരിചയപ്പെടുത്താം. ഒന്ന്, നിങ്ങളുടെ വീടിന്റെ സ്വീകരണ മുറിയുടെ നോർത്തിൽ ഒരു അരോന ഫിഷിന്റെ സ്റ്റാച്യു വയ്ക്കാം. 2, നിങ്ങളുടെ സ്വീകരണ മുറിയുടെ നോർത്തിൽ ഒരു ടർട്ടിലിന്റെ സ്റ്റാച്യു വയ്ക്കാം. 3, നിങ്ങളുടെ സ്വീകരണ മുറിയുടെ നോർത്തിൽ ഇത്തരത്തിലുള്ള ഒരു ഡ്രാഗന്റെ ഹെഡും ടോർട്ടോയിസിന്റെ ബോഡിയും അതിന്റെ മുകളിൽ ലാഫിംഗ് ബുദ്ധ ഇരിക്കുന്നതായിട്ടുള്ളൊരു സ്റ്റാച്യു വയ്ക്കാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ വീടിന്റെ സ്വീകരണ മുറിയുടെ നോർത്ത് ഭാഗത്ത് ചെയ്തു നോക്കൂ. തൊഴിൽപരമായിട്ട് ഒരുപാട് അഭിവൃദ്ധികൾ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.